സ്വിറ്റ്സർലാൻഡ് ആയതുകൊണ്ട് രാവിലത്തെ ശീലങ്ങൾ മുടക്കാൻ പറ്റുമല്ലോ. തുടക്കം കട്ടൻ ചായ തന്നെ, അല്ലെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആവില്ല. അങ്ങനെ ട്രിപ്പിന് 2ാം ദിവസം വണ്ടി ഓക്കെയാണ്. ഞങ്ങളും വണ്ടിയിൽ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇരുന്നും കടന്നും പോകാനുള്ള സ്ഥലവും വണ്ടിക്കകത്തുണ്ട്. ഈ നാടിന്റെ സൗന്ദര്യം കാണിക്കുന്നതിൽ ഇവിടുത്തെ ക്ലൈമറ്റിനും വലിയൊരു പങ്കുണ്ട്. ഈ കാണുന്ന വലിയ 2 മലകൾ കയറി ഇറങ്ങി വേണം നമുക്ക് പോകാൻ. ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ യാത്രകൾ ഒരിക്കലും ബോറടിപ്പിക്കില്ല. ഒരു 10 മണി ചായ എന്ന നിലയിൽ ഒരു ചെറിയ പിസ്സ. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അതൊരു അത്ഭുതമാണ്. ഈ കാണുന്ന ഓരോ മലയുടെ താഴ്വാരത്തും ഓരോ ഗ്രാമങ്ങളുണ്ട്. ആ 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇവിടുത്തെ റോഡ് മാർഗവും റെയിൽ സർവീസുമാണ്. ഈ 2 മാർഗവും ഇവിടെ ഡിസൈൻ ചെയ്തേക്കുന്ന രീതി അതിമനോഹരമാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗ്രിൻഡൽവാൾഡ്. ഇത് വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അങ്ങ് ദൂരെ മഞ്ഞ് തൊപ്പി വെച്ച മരനിരകൾ, അതിന്റെ മാറിൽ പച്ചപ്പ് വിരിച്ച പൈൻവുഡ് മരങ്ങൾ, താഴ്വാരങ്ങൾ ഭംഗിയാക്കാൻ തടികൾ കൊണ്ടുള്ള പഴയ വീടുകൾ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനുള്ളിലെ കുമാരനാശം പൊങ്ങി വരും. ആ പൊങ്ങി പോകുന്നതാണ് ഇവിടുത്തെ കേബിൾ കാർ. അത് കയറാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. ശരിക്കും നമുക്ക് പോകേണ്ടത് ജുങ്ഫ്രോ, ടോപ്പ് ഓഫ് യൂറോപ്പ്. ബട്ട് അങ്ങോട്ട് പോകേണ്ട സമയം കഴിഞ്ഞ് പോകുന്നത് നമ്മൾ അതിന്റെ സെക്കൻഡ് സ്റ്റോപ്പായ ഗ്രിൻഡൽവാൾഡിലാണ് പോകുന്നത്. ഏകദേശം ഒരു 10-15 പേർക്ക് ഇരിക്കാൻ പറ്റിയ കേബിൾ കാറാണിത്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ടിക്കറ്റിന് കൂടെ 2 ഇഞ്ച് മുട്ടയും കൂടെ വെങ്കൊച്ച് തന്നു. ഞാൻ ചോദിച്ചു ഇത് എന്തിനു വേണ്ടിയാണ്. അപ്പോൾ അവൾ ചിരിച്ചോണ്ട് പറഞ്ഞു ആവശ്യം വരും. സീ ലെവലിൽ നിന്ന് ഏകദേശം 3500 മീറ്റർ മേളിലാണ് ഇതിന് ടോപ്പ് ഓഫ് യൂറോപ്പ് സ്റ്റേഷൻ വരുന്നത്. നമ്മൾ പോകുന്നത് 2ാമത്തെ സ്റ്റോപ്പിലാണ്. ഏകദേശം സീ ലെവലിൽ നിന്ന് 2100 മീറ്റർ മേളിലാണ്. ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെവി തന്നെ അടയും. അതിനാണ് ആ പെങ്കൊച്ച് ചിരിച്ചുകൊണ്ട് ഇഞ്ചമുട്ടായി തന്നത്. നമുക്കിവിടെ ഒന്നെങ്കിൽ കേബിൾ കാറായിട്ട് വരാം, അല്ലെങ്കിൽ ട്രെക്കിംഗ് സൗകര്യമുണ്ട്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു അത്ഭുത കാഴ്ചയാണ് ഇതൊക്കെ. നമ്മളൊക്കെ ആദ്യമായി സ്വിറ്റ്സർലാൻഡ് കാണുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കാൻ നേരത്ത് നോട്ട് ബുക്കിന്റെ പുറന്താളുകളിൽ നിന്നായിരിക്കും. അത് പിന്നീട് ഫോണിന്റെ വാൾപേപ്പറായി. ഇന്നിതാ കൺമുന്നിൽ. വല്ലാത്തൊരു ഫീലിംഗ്സ് ആണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ആന, കടൽ, ലാലേട്ടൻ, ഇവരെയൊക്കെ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല എന്ന്. അതുപോലെയാണ് ഈ ഒരു നാടിന്റെ ഭംഗി. ആ കാണുന്ന ഒരു മലയുടെ മുകളിലാണ് ടോപ്പ് ഓഫ് യൂറോപ്പ്. അതിന്റെ യഥാർത്ഥ പേര് ഞാൻ എത്ര നോക്കിയിട്ടും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ജുങ്കുറു എന്നാണ് വിളിക്കുന്നത്. ജുങ്കുറു ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയാൻ കാരണം ഹൈയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ദ യൂറോപ്പാണ്. അതുകൊണ്ടാണ് ടോപ്പ് ഓഫ് യൂറോപ്പ്. ശരിക്കും ഹൈയസ്റ്റ് പീക്ക് ഇൻ യൂറോപ്പ് അത് റഷ്യയിലാണ്. വിന്ററിലായ ഇതെല്ലാം വെള്ളയാവും, സമ്മറിൽ ഇങ്ങനെ. ഇതാണ് സ്റ്റൗബാക്ക് ഫോൾസ്. ഇത് യൂറോപ്പിൽ വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഫ്രീ ഫോളിംഗ് വാട്ടർഫോൾസ് ആണ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ വില്ലേജ് ലൗട്ടർബ്രൂണോ ഒക്കെ ഉള്ളത്. ഇവിടെ കേബിൾ കാർ മാത്രം ഉപയോഗിച്ച് പോകാൻ പറ്റിയ അതിമനോഹരമായ ചെറിയ വില്ലേജുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സ്പ്രേ മേത്തേക്ക് അടിക്കുന്ന പോലെയാണ് ഇവിടെ നിന്നാൽ. ആ സ്റ്റെപ്പ് കയറിയാൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താം. അടുത്ത് പോകുന്നത് ഇന്റർലാക്കൻ. ഇതൊരു ടൂറിസ്റ്റ് സെന്റർ ആണ്. ഇവിടെ വരുന്ന മെജോറിറ്റി ടൂറിസ്റ്റുകൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു സിമ്പിൾ ആണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ പശു ഒരു ഐക്കോണിക് മാർക്കാണ്. സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്ന പാലും മൊന്ത, ഈ കാണുന്ന പശുവിന്റെ കഴുത്തിൽ കെട്ടുന്ന മണികൾ. നമ്മുടെ നാട്ടിൽ പശു പാലും മൊന്ത എന്നൊക്കെ പറഞ്ഞാൽ അയ്യേ, അതേ ആൾക്കാർ ഇവിടെ വന്നിട്ട് വാവ്